മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ചില്ല എവിടെ? മണിക്കുട്ടി രാവിലെ തന്നെ ഭയങ്കര റൊമാൻറ്റിക് സോങ് ഒക്കെ ആണല്ലോ. എന്താ എനിക്ക് റൊമാൻറ്റിക് പാട്ട് പാടാൻ പാടില്ലേ? അല്ല പാടില്ലാന്നൊന്നും ഇല്ല, പക്ഷെ പഠിക്കോ. പക്ഷെ പാടുപടി ഞാൻ. എനിക്ക് നല്ല വിശപ്പ്. എനിക്കുള്ള അന്ന ഇങ്ങോട്ട് തന്നിട്ട് പാടേ ഡാൻസ് കളിക്കേ എന്താന്ന് വെച്ചാ അയക്കും. ആണല്ലേ? ഞാനേ ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര പുച്ഛമായിരുന്നല്ലോ. ഇപ്പൊ പുട്ടേ ഉള്ളൂ. എന്തിനമ്മ എന്നും എന്നും ഈ പുട്ടുണ്ടാക്കണത്? അമ്മ എന്തോന്ന് എന്നും പുട്ടുണ്ടാക്കാൻ? പുട്ടുറുമീസ. എടി ദോശ ഉണ്ടാക്കുമ്പോ നീ പറയും എന്നും ദോശയാണെന്ന്, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോ പറയും ഈ വീട്ടിലെന്നും ഇഡ്ഡലിയാണെന്ന്. ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പോ പുട്ടാണ്, വേണമെങ്കിൽ കഴിക്കുക. അമ്മ പറഞ്ഞൂടെ എനിക്ക് പുട്ടിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന്? പുട്ടേ ഉള്ളൂ, കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കണം. ആണോ? എന്തെങ്കിലും ഇട്. പാത്രം കഴുകിയത് കഴുകി എടുത്തോണ്ട് വാ. അവിടെ ഞാൻ കഴിയത്തില്ല, വേണമെങ്കിൽ കഴിക്കൊണ്ടോ. കറിയൊന്നും ആയിട്ടില്ല, പഴമുണ്ട്, പഞ്ചസാരയും കൂട്ടി വേണമെങ്കിൽ തൊട്ടിക്കും. അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്നാ എനിക്ക് കറി കിട്ടിയിട്ടുള്ളൂ. കറി വേണമെങ്കിൽ കുറച്ചേരം കാത്തിരിക്കണം. പറ്റുമോ? ഇല്ല അതൊന്നും പറ്റൂല, ഭയങ്കര. എന്നാ അയ്യോ കേറാൻ പറ്റില്ല. കേറിയിരിക്കാൻ നീ ആള് പറഞ്ഞോ, എടുത്തു വെച്ചോ. അമ്മ ചറകണം. പുട്ട് പുട്ട്. പഴം വേണോ? പഴം. പഴുപ്പ് കുറച്ച് കുറവാണ്. എടുത്തോ. അയ്യോ പുട്ടെങ്കിൽ പുട്ടെ. പഞ്ചസാര ഇട്ടിട്ടാ? ഇത്ര പഞ്ചസാര കഴിച്ചാൽ മതി. പോയോ? ഞാൻ കുഴപ്പമില്ല, വിഷമിച്ചോ. അല്ല കുറ്റമൊക്കെ പറയണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തിന്നണുണ്ടല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയതായിരുന്നു. അമ്മ ഈ തിന്നാന്ന് പറയുന്ന അത്ര എളുപ്പ പണിയൊന്നുമല്ല. ഇത് ഒരു കലയാണ്, കല. മനസ്സിലായോ? എന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കല്ലേ അമ്മ. എന്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം പാഴാക്കല്ലേ എന്ന്. ആ ടീച്ചർ പറയണ കേൾക്കുന്ന ആളാണല്ലേ? അങ്ങനെ നീ പറഞ്ഞാൽ കേൾക്കുന്ന ആളായിരുന്നെങ്കിൽ നീ വലിയ കളക്ടറായേനെ പണ്ടേ. എന്തോന്നൊക്കെ അമ്മ പറഞ്ഞേ? എല്ലാ പാരന്റ്സും പറയാണ് പഠിച്ചു വലിയ കളക്ടർ ആവാൻ പോണ. അമ്മ ഈ കളക്ടർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാര പണിയല്ല. അതിന് ഒരുപാട് പഠിക്കണം വേണം. അത് മാത്രമല്ല ബുദ്ധിയും വേണം. പിന്നെ നമ്മുടെ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് ഈ സാധനം ഇല്ലാത്തത് കൊണ്ട് എനിക്കതാവാൻ പറ്റൂ. എടീ ഫാമിലിയെ പറ്റിയൊന്നും നീ പറയണം. നിനക്കില്ലാത്ത ബുദ്ധിയെ പറ്റി പറഞ്ഞാൽ മതി. എന്തായാലും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തന്നെ നീ ഒരിക്കലും കളക്ടർ ആവാൻ പോയില്ല. പ്രാവല്ലേ അമ്മ? എങ്ങാനും പഠിച്ച് കളക്ടർ വല്ലതും ആയി പോയല്ല. ഇങ്ങനെ പ്രാവിക്കഴിഞ്ഞാൽ എങ്ങനെ ആവും ഞാൻ? പിന്നെ തിന്നു വില പഠിക്കാതെ. വേണോ ഇനി പുട്ട് വേണോ? വരും. വെയിറ്റ് ചെയ്യണമെന്ന് പറയാൻ വരായിരുന്നു. പുട്ട് പുട്ടേ ഉള്ളു, കറിയില്ല. എനിക്ക് ചായ ഇട്ടരാവേ. ഇതൊന്നും ആയിക്കോട്ടെ. ഒരു കുറ്റിയതുള്ളൂ. അത്രേ ഉണ്ടാക്കിയുള്ളൂ, അത്രേ ഉണ്ടാക്കി. അവള് ജിമ്മിൽ പോയി. ജിമ്മിൽ പോയിട്ട് ഫ്രണ്ടിനും കൂടെ കണ്ടിട്ടേ വരുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. താമസിക്കുന്നു. അതൊന്നും എന്നോട് പറഞ്ഞില്ല. അല്ല ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ട് വേണ്ടായോ പോണ്ടത്? അത് മാമൻ പറഞ്ഞ ശരിയാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്കൊന്നും ഉത്തരവാദിത്തം ഉള്ളതായിട്ട് എന്റെ ചേച്ചിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആ കൂടെ ഉത്തരവാദിത്തം ഉള്ളത് എനിക്കാണ്. അതാണ് എന്റെ അടുത്ത് പറഞ്ഞു പോയത്. ആരോ എങ്ങനെ? എനിക്കാണ് ഭയങ്കര ഉത്തരവാദിത്തം തന്നെ. തീർന്നു. അത് പറഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങോട്ട് കൈ വെച്ചേക്ക് കുറച്ച് ഉത്തരവാദിത്തം പറഞ്ഞു. എന്തൊരു മടിയാണ് പെണ്ണിന്, ഒരു വക പണി ചെയ്യൂല. അല്ല നീ അവളെ അങ്ങനെ അങ്ങ് വഴക്ക് പറയൊന്നും വേണ്ട. കുഞ്ഞുനാള് നീ ഇതുപോലെ തന്നെ ആയിരുന്നു. കൊച്ചിലേ അല്ലേ? കൊച്ചിലെ നിങ്ങളാവുമ്പോ അങ്ങനെയൊക്കെയാണല്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര ഉഷാറല്ലേ? ഭയങ്കര ഉഷാറാ. അതെ, ആ പഴയ കാലമൊക്കെ ആലോചിക്കുമ്പോഴേ സത്യം പറഞ്ഞാല് നീ വലുത് കണ്ട കുഞ്ഞായിട്ടിരുന്നാ മതിയായി. ചേട്ടാ വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ചിലത്തെ കാര്യമൊക്കെ പറയുമ്പോ എനിക്കും വിഷമാവും. അന്നൊക്കെ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ വഴക്കുണ്ടാക്കി എൻ്റെ മുതിർത്തിടിച്ചിട്ടേ നീ കിടന്ന് നിലവിളിച്ചു. അവസാനം അച്ഛൻ വന്നടിക്കുന്ന എന്നെ ആയിരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ അതൊക്കെ? പണ്ടത്തെ ഓരോരോ കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് ഭയങ്കര മെച്ചറേ. അതെ അതെ അതെ. ഇച്ചിരി തേങ്ങ
അതേ അപ്പുറത്തെ വീട്ടിലെ 2 പിള്ളേർ ഇവിടെ വരാറുണ്ടല്ലോ ഡി. പിങ്കിയുടെ ഫ്രണ്ട്സ് ആണോ? ആ എന്ത് പറഞ്ഞ പേര്? കണ്ണനും കാത്തും. കാത്തു കാത്തു കാത്തു. അവളെ കാണുമ്പോൾ എനിക്ക് നിന്റെ കുഞ്ഞുനാൾ ഓർമ്മ വരും. ചായ ഉണ്ടോ? ചായ ഉണ്ട്, പക്ഷെ എവളുണങ്ങിയിരിക്കുക, നീ നല്ല ഗുണ്ടുപൊടിയായിരുന്നു. ചേട്ടനെ മറ്റേ പടിഞ്ഞാറല്ല അപ്പൂന്റെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? ഇപ്പോഴും എനിക്ക് അവനെ കുറിച്ച് നല്ല ഓർമ്മയാണ്. അവനെ തല്ലാൻ വേണ്ടി നീ ആദ്യമായിട്ട് കൊട്ടേഷൻ തന്ന എനിക്കാ ആദ്യത്തെ കല്ല് കേസ് എന്റെ ജീവിതത്തിലെ. നല്ല ഐശ്വര്യമുള്ള കൊട്ടേഷൻ ആയിരുന്നില്ലേ? അതിനുശേഷം പിന്നെ ചേട്ടൻ തല്ല് നിർത്തിയിട്ടേ ഇല്ല. ചേട്ടാ അതേപോലെ ഞാൻ പണ്ടേ പിണങ്ങിയിരിക്കുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ചേട്ടൻ വന്ന് പാട്ട് പാടി തരുമായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? താരാട്ട് പാട്ട് പാടിത്തരുമോ? ഓമന തിങ്കൾ കിടാവോ നല്ല താമരപ്പൂ പൂവിൽ നിറഞ്ഞ മധുപരി ഒന്നേന്തു തന്റെ നിലാവൂ. എന്താണ് രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുന്നത്? ഞങ്ങൾ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചങ്ങ് ഇരുന്നു പോയി മോളെ. ആ അമ്മയുടെ മുഖം കണ്ടപ്പോഴേ തോന്നി. അതെങ്ങനെ? പഴയ കാര്യങ്ങൾ ഓർത്ത് അഴിവിറക്കുകയാണെന്ന്. അഴിവിറക്കണ അയവിറക്കുന്നു ആടി എന്ത് പ്രശ്നമുണ്ടോ നിനക്ക്? പോയകത്തുനിന്ന് ഭക്ഷണം കഴിക്കടി. എന്തുണ്ടാക്കി? പുട്ട് ഇരിപ്പുണ്ട്, പഴമുണ്ട്, പഞ്ചസാര ഇട്ട് കഴിക്കുക, അല്ലെങ്കിൽ പാലൊഴിച്ച് കഴിച്ചോ. ഇടി ഒരു 2 കുറ്റി പുട്ട് പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് ഒരു 4 പഴവും കൂടി ഇട്ട് അങ്ങോട്ട് കുഴച്ച് ഒരു വെട്ട്. എനിക്ക് ഈ പുട്ടും പഴമൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടാക്കിത്താ. പിന്നെ മുട്ട പുഴുങ്ങി തന്നോ? മുട്ടയും മടുത്ത്. മുട്ട മടുത്താ? അളിയൻ വരുന്നു. ഇത്ര നേരത്തെ? ഇന്ന് കാക്ക മലന്ന് പറഞ്ഞു. അയ്യോ സത്യം. ഞാനേ ഹാഫ് ഡേ ലീവ് എടുത്തു. ഹാഫ് ഡേ ലീവ് എടുത്താ? ഇന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണ പടി. അതൊന്നും അല്ലെന്നേ, പിന്നെ എനിക്കൊരു വല്ലായ്മ, ഒരു വയ്യായികയുണ്ട്. എന്ത്? അയ്യോ നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ, ഒന്നുമില്ല, ചെറിയൊരു വയറുവേദന. എന്തോ കാര്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാഫ് ഡേ ലീവ് എടുത്തൊന്നും വരൂല. ചേട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, വണ്ടി പിടിക്ക്. മാണി നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാതെ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ദൈവമേ വയറിളക്കമായിരിക്കും. നിനക്ക് എങ്ങനെ അറിയാം? അത് അച്ഛന്റെ മുഖമൊക്കെ കാണുമ്പോ ആ എക്സ്പ്രഷൻ കാണുമ്പോ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വേദന മാത്രമേ ഉള്ളെന്ന്. ഒരു വേദന മാത്രമേ ഉള്ളൂ അളിയ. ഇത് അതായത് വയറിനകത്തൊരു ഇളക്കം പോലെയോ അല്ല ഒരു കൊളുത്തി വലി പോലെയോ അല്ല ഒരു ബഹളോ വല്ലോ ചീറ്റലോ പൊട്ടലോ വല്ലോ അങ്ങനെയൊന്നും ഇല്ല, ഒരു വേദന അത്രേ ഉള്ളൂ. വേദന മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെ വെപ്രാളപ്പെട്ടോ, ഞാൻ ഇപ്പൊ തിരിച്ചു പോകും. മരുന്ന് എടുത്തുതരാം. എടി അതെ, ആദ്യം നീ ഒരു കാര്യം ചെയ്യും, നല്ല സ്ട്രോങ് കട്ടൻ ചായല് ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തു നോക്ക്. അത് ഏറ്റില്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്. കുഴപ്പമൊന്നുമില്ല. അളിയും വന്നപ്പോഴേ എനിക്ക് ആ വയറുകടിയടി ആ വയറിളക്കത്തിന്റെ ഫീൽ ചെയ്തു. നിനക്ക് തോന്നിയോ? എനിക്കും തോന്നിയതല്ല, ഞാൻ പറഞ്ഞു. നിനക്കോ? തോന്നി. ഇവിടെ ഓരോ കാര്യങ്ങളേ പിള്ളേരാണ്ട് ഇത്രയും വലുതായെങ്കിലുമേ അവക്ക് ഇപ്പോഴും നിസ്സാരമായിട്ടുള്ള കാര്യം മതി ടെൻഷൻ അടിക്കാൻ. അത് അച്ഛനും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ചെറിയ കാര്യം മതി ഊതി വീർപ്പിച്ച് അത് പറഞ്ഞിരുന്ന കരയും ഒന്ന് പറഞ്ഞ രണ്ടാമത് കരയും. എന്റെ മാമ എനിക്കൊരു അവാർഡ് തരണം. എന്തിന്? ഈ തൊട്ടാവാടികളായ അച്ഛനും അമ്മയൊക്കെ സഹിക്കണേന്. തൊട്ടാവാടി തൊട്ടാവാടി ആട് തിന്നു. പിന്നെ ആട് മട്ട മേടിക്കാം. മുട്ട മേടിക്കാൻ പോണ സാധനമുണ്ട്. കഴിഞ്ഞില്ലേ? വാ എന്നാ നാരങ്ങ പിഴിഞ്ഞോ? ഓ നാരങ്ങ പിഴിഞ്ഞു. അല്ലെന്നേ ഞാൻ ആലോചിച്ചതേ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നായിരിക്കും? എനിക്കറിയില്ല. അങ്ങനെ പുറത്തൊന്നുമല്ല കഴിച്ചാ? പുറത്തൊന്നും കഴിച്ചില്ല. കഴിച്ചില്ലേ? ഞാനേ രാംകുമാർ സാർ കുറച്ച് പായസം കൊണ്ടുവന്നു, ഞാൻ അത് കുറച്ച് കുടിച്ചായിരുന്നു. അത് തന്നെ കാരണം ഇപ്പോഴല്ലേ പിടി കിട്ടിയത്. അത് തന്നെ
എടി അങ്ങനെയാണെങ്കിൽ ഓഫീസിൽ എല്ലാവർക്കും വരണ്ടേ? എല്ലാരും കുടിച്ചില്ലേ? അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പിടിക്കൂല. ചിലർക്ക് ചില ഭക്ഷണത്തിനോട് അലർജി വരും. ഇത് അങ്ങനെ എന്തോ സംഭവിച്ചത് തന്നെ. ഈ കട്ടൻ ചായ കുടിച്ചിട്ട് കുടിക്കാം. മാറിയില്ലെങ്കിൽ മണിക്കൂട്ടൻ ചേട്ടൻ ഒരു ഒറ്റമൂലി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒറ്റമൂലി കുടിച്ചാൽ ഞാൻ മാറും. ഇത് കുടിച്ചിട്ട് നോക്കാം നമുക്ക്. ഒരു കാര്യം ചെയ്യ്, ഇത് കുടിക്കാം. മണിക്കൂട്ടൻ ഉണ്ടാക്കാൻ പറ. പെട്ടെന്ന് വേദന മാറണമെങ്കിൽ അതല്ലേ നല്ലത്. ശരിയാണ്, ഞാൻ ഉണ്ടാക്കാൻ പറയാവേ. രവിയേട്ട ഇവിടെ അനങ്ങാതെ റെസ്റ്റ് എടുത്തിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി പറഞ്ഞിട്ട് ഇങ്ങ് വരാം. നീ ഒരു വെപ്രാളപ്പെടണ്ട, എനിക്കൊരു ചെറിയ വയറുവേദന അത്രേ ഉള്ളൂ മണി. അങ്ങനെയല്ല, രവിയേട്ടനെല്ലാം നിസ്സാരമായിട്ട് പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ രവിയേട്ടൻ എന്തെങ്കിലും അസുഖം വന്ന് ഞാൻ നിസ്സാരമായിട്ട് കാണാനൊന്നും പറ്റൂല. അത് മനസ്സിലാക്കണം കേട്ടോ. എന്റെ മണി, ഇവിടെ ഒന്നുമില്ല, ചെറിയൊരു വേദന. നീ പോ, ഞാൻ പോയി പറഞ്ഞിട്ട് നീ പോ, ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കാം. മരുന്നുണ്ടാക്കി തരാം കേട്ടോ. ടെൻഷൻ അടിക്കല്ലേ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. അതാ പ്രകൃതം. പാവം. ഇതെങ്ങനെ കുടിക്കും? ഞാനേ രവിയേട്ടന്റെ കാര്യം ആലോചിച്ചതാ. എന്താ പാവല്ലേ, തീരെ വയ്യാത്തോണ്ടായിരിക്കും വന്നത്. അല്ലെങ്കിൽ ഈ ഒന്നും എടുത്ത് വരൂല. അറിഞ്ഞൂടെ ജോലി പ്രഭാവം. പിന്നെ അതെ അമ്മ, ഈ അച്ഛൻ എന്തമ്മ ഈ ആത്മാർത്ഥതയുടെ നിറകൊട ആയി പോയത്? അങ്ങോട്ട് നേരിട്ട് പോയി ചോദിച്ചു, ഇപ്പൊ കിട്ടും. അത് ശരിയാണ്, നേരിട്ട് പോവാം. എങ്ങോട്ട് പോണ്? ഇപ്പൊ ചോദിച്ചെന്നാ കിട്ടും. അവിടെ പോയി. ശരിയാണ്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, എന്റെ കോൺസെൻട്രേഷൻ പോവും. ഓക്കെ ഓക്കെ മാം. മാമന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കണ്ട. ഇത് ഫലം കിട്ടത്തില്ല. ഇനി കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തരൂ. എടി ഇത് പായസം ഒന്നുമില്ല കേട്ടോ, കഷായമായത്. അത് ഈ കഷായം ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്തൂടെ? ഓഹോ, അപ്പൊ ഞങ്ങള് സ്ഥലം വേണം അല്ലേ? അച്ഛന് വയ്യാതെ വന്നപ്പോ അമ്മ അടന്ന് വിശപ്പിക്കുന്ന കണ്ടപ്പോ ഞങ്ങള് സമാധാനിപ്പിക്കാൻ വന്നപ്പോ ഞങ്ങൾ ഇപ്പൊ പോണം അല്ലേ അമ്മയ്ക്ക്? ബെസ്റ്റ്. പിള്ളേരെ പോകും, മാമന്റെ ഇതൊക്കെ തെറ്റും. ദേവങ്കി വാ. ടേസ്റ്റ് നോക്കാൻ പറ്റിയ സാധനം പോടി വല്ലാത്തൊരു സ്മെല്ല്. നല്ല സ്മെൽ. മരുന്ന് ടേസ്റ്റ് നോക്കാൻ വന്നേക്കണ്. നിങ്ങളെ ഈ അന്നേരെ ഞാൻ കൊടുക്കാം, നല്ല അളിയും കുടിക്കും. അളിയാണ്ടേ കുടിച്ചേ, ഒറ്റ വലിക്ക് കുടിച്ചോണം, എന്നാലേ ഫലം കിട്ടും. മണത്തൊന്നും നോക്കണ്ട. എന്തു കളി അത്, കൊച്ചു പിള്ളേരെ വിട്ട് വലിച്ചങ്ങോട്ട് കുടിക്കേ ധൈര്യമായിട്ട്. എങ്ങനെയുണ്ട്? അത് പിന്നെ നാറ്റം കാണാതിരിക്കുവോ? ആട്ടും കാട്ടല്ലയോ ചേർത്തേക്കണേ? ഒറ്റമൂലിയല്ലയോ, ഉടങ്കൊല്ലി ഒറ്റമൂലി. മാറും മാറും. കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ടോ? ഒരാശ്വാസം ഉണ്ട് മണി. കണ്ടോ കണ്ടോ കണ്ടോ, മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് തന്നെ. ഭഗവതി, എന്റെ ചേട്ടാ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് കഷ്ടപ്പെട്ടു പോവായിരുന്നു കേട്ടോ. ഞാൻ ഈ വയറുവേദനക്കാരനെ കൊണ്ട് എന്തോന്ന് ചെയ്തേനെ. നിങ്ങളെ നിനക്കൊരാവശ്യം വന്നാല് ഈ മണിക്കുട്ടൻ ലോകത്തിന്റെ ഏത് കോണിലായാലും ഇവിടെ ഓടിയെത്തും. എത്തും, അതെനിക്കറിയാലോ. അളിയാ ഒരു ഗ്ലാസ് കൂടെ. അയ്യോ വേണ്ട, കുറവുണ്ടല്ലേ? കുറവുണ്ട്. കുറയും കേട്ടോ. ഒരു എരിച്ചില്ല വയറ്റിൻ്റെ അകത്ത്. ഇതും കൂടെ ചെന്നപ്പോ ഒരു എരി വരും. കുരുമുളക് ചേർത്തിട്ടില്ലേ? പിന്നെ പാണ്ടിമുളക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ പല സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. വെള്ളം കുടിക്കാമോ? വെള്ളം കുടിക്കരുത്. കുടിക്കണോ ഒന്നും കൂടി? അറിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ചൂടുവെള്ളം കുടിച്ചാലോ? ചൂടുവെള്ളം കുടിക്കരുത്. പിന്നെ എന്തോന്ന് കഴിക്കാൻ? പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും കഴിക്കരുത്. മക്കളെ മരുന്ന് കുടിച്ചു. കുറവുണ്ടോ? കുറവില്ലേ? കുറവുണ്ട്. ഒരു ഗ്ലാസ് ആശ്വാസം ഉണ്ട്. എന്നാലും ഇടയ്ക്കുള്ള ഒരു എരിച്ചിലൊക്കെ ഉണ്ട് അകത്ത്, ഇങ്ങനെ ഒരു പുകച്ചിലും. ആണോ? മാറും. എങ്ങനെ ഇരുന്ന അച്ഛനായിരുന്നു. മനുഷ്യന്റെ അവസ്ഥയല്ലേ, ഒന്നും പറയാൻ പറ്റൂല.
ഇനി ഞാൻ ചത്തിട്ടില്ല. അയ്യോ അച്ഛാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആക്ച്വലി അല്ല നീ ഒന്നും ഉദ്ദേശിക്കണ്ട. അങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങട്ടെ. നിങ്ങൾ പോ. നിങ്ങൾ പോ. മക്കളെ പോ. ചെല്ലേ. അല്ല നിന്റെ അടുത്തൂടാ പറഞ്ഞത്. നീ വയ്ക്കോ. ഞാൻ ഇവിടെ ഇരുന്നോളോ? അത് വേണ്ട. മണിക്കൂട്ടാ, മണി ഇവിടെ ഇരിക്കട്ടെ, എനിക്കൊരു ആശ്വാസത്തിന്. അല്ല അവൾ ഇവിടെ ഇരുന്ന അളിയനത് ആശ്വാസമാകത്തില്ല. ബുദ്ധിമുട്ടാവും. വേണ്ട, പൊയ്ക്കോ. എനിക്കൊരു ആശ്വാസത്തിന് അവിടെ ഇരിക്കട്ടെ. അത്ര നിർബന്ധമാണെങ്കിൽ ആളടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യോ വേണ്ട, എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. ഉണ്ടോ? വരും. മരുന്ന് എഫക്ട് ചെയ്യുന്നല്ല ഉള്ളത്. അത് വരും. അവ കിടന്നോളി. ധൈര്യമായിട്ട്. ഇല്ല, ഞാൻ കിടക്കാം. സമാധാനം കിടന്നു കേട്ടോ. വേണ്ട, രാവിലെ കാണാം. അല്ല ഇത് ശരിയായിക്കോളൂ. അയ്യോ എന്റെ അമ്മോ, എനിക്ക് വയ്യേ. പിങ്കി, പിങ്കി, ഞാൻ മുറുക്ക് തരൂല. എന്റെ മുറുക്ക് ഞാൻ തരൂല. പോ. അയ്യോ ഉറങ്ങുമ്പോ മുറുക്ക് തീറ്റിക്കാരുള്ളൂ. പിങ്കി എണീക്കടി. നീ കരച്ചില്ലേട്ടാ? എന്തിനടി നീ കരയണേ? ഞാനല്ല കരയണ, അച്ഛൻ കരയുന്നേട്ടാന്ന്. എന്നും എനിക്കറിയില്ല, വാ പോയി നോക്കാം. എണീക്കൊന്ന്. അച്ഛന്റെ കാര്യം. അയ്യോ എന്റെ അമ്മോ, എനിക്ക് വയ്യേ. ഞാനിപ്പോ ചാവേ. അമ്മോ, അയ്യോ മണി, അയ്യോ എന്റെ അമ്മോ, എന്തൊരു വേദന. അളിയ കരയാതെ അളിയ. ഇച്ചിരി വേദനയൊക്കെ സഹിക്കാൻ പഠിക്കണ്ടായോ? അയ്യോ എന്തോന്നളിയാ, ഞാൻ എത്ര നേരമായിട്ട് സഹിക്കുന്നു. അയ്യോ മോളെ, ഞാൻ ഇപ്പൊ ചാവും മോളെ. അയ്യോ അങ്ങനെ ചാവിൽ വെച്ചാൽ എന്റെ കല്യാണമൊക്കെ ആര് നടത്തും? ഭയങ്കര വേദന, ഒട്ടും കുറവില്ല. അയ്യോ ഓ മോളെ, മക്കളെ, മണി. അയ്യോ അയ്യോ ഇഞ്ചിനീര് കുടിച്ചോ? അയ്യോ മണിക്കൂട്ടാ, അളിയ സത്യത്തിൽ എനിക്ക് എന്ത് മരുന്നാ തന്നത്? ഒറ്റമൂലി മിണ്ടരുത്. മാറും. ഒന്ന് സമാധാനപ്പെട്ട് നില വിളിക്കില്ലേ? മാറിക്കോളും പെട്ടെന്ന് കേട്ടോ. അല്ല ഇതേ എന്റെ ഒറ്റമൂലി കഴിച്ചാല് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാറില്ല പെങ്ങളെ. ഒറ്റമൂലി കഴിച്ച അവസ്ഥ ഉണ്ടാവാറില്ല. പണ്ടുള്ള സ്വഭാവമാണ് ചേട്ടനിത്. എന്തു അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ അവസാനം എല്ലാരും കൊണ്ട് പ്രശ്നത്തിലാക്കും. മക്കളെ, പണ്ടൊരു കാര്യം അറിയോ? ഞാനേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചേട്ടൻ ഞാനും കൂടെ ഒരു ഇടവഴിയിൽ കൂടെ സ്കൂളിൽ പോവാണ്. ചേട്ടൻ എന്റെ പുറകെ വരുന്നത്, ഞാൻ ഫ്രണ്ടിൽ പോകണം. ദൂരേന്നൊരു പട്ടി ഓടി വന്നിട്ടേ കടിക്കാൻ വരികയാണ്. ഇത്ര വലിയ സൈസുള്ള പട്ടി. കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയോ. പക്ഷെ എനിക്ക് എന്താ ധൈര്യം, മണിക്കുട്ടൻ ചേട്ടൻ എന്റെ പുറകെ ഉണ്ടെന്ന്. പട്ടി വരണ കണ്ടിട്ട് ഞാൻ മുന്നോട്ട് തന്നെ നടന്ന് പട്ടി എടുത്ത് വെച്ചു. ഞാനിങ്ങനെ സിനിമ സ്റ്റൈലിൽ ചേട്ടനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ചേട്ടൻ എവിടെ മരത്തിന്റെ മണ്ടയില്. ഇങ്ങനെയുള്ള മനുഷ്യനാണിത്. അല്ല അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അന്ന്. സാഹചര്യത്തിൽ സംഭവിച്ചു പോയി. അങ്ങനാണെങ്കിലേ നീ അങ്ങ് മിടിക്കുകയാണ്ട കേട്ടോ. പിന്നെ അതെ, ഞാൻ പണ്ട് ചെറുതായിട്ട് ഇനി ഒന്ന് തോണ്ടിയന് നീ ചുറ്റിയെടുത്ത് എന്റെ ഉച്ചിലടിച്ചു. ചുറ്റിയെടുത്ത് അടിച്ചെങ്കിൽ കാര്യമായി പോയി. ചുറ്റിയെടുത്ത് അടിച്ചെങ്കിൽ കാര്യമായി പോയി. അങ്ങനെയാണെങ്കിൽ ഇതും കണക്കായി പോയി. കണ്ട വേണമെന്ന് വെച്ച് ചെയ്തതാണെന്നപ്പം. ആന്നടി, വേണമെന്ന് ചെയ്താ. അറിഞ്ഞൂടാത്ത മരുന്നും കലക്കി കൊടുത്ത് മനഃപൂർവ്വമാണല്ലേ എന്റെ അച്ഛൻ ഈ അവസ്ഥ ഉണ്ടാക്കിയത്. വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല അല്ലേ? പിള്ളേര് പറയുന്ന കേട്ടോ. പിള്ളേര് പറഞ്ഞെങ്കിൽ കാര്യമായി പോയി. കണക്കല്ലേ പറഞ്ഞു. ഞങ്ങളെ ആര് പറഞ്ഞാലും നീ ഇങ്ങനെ പറയരുത്. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി എന്നെ നെഞ്ചത്തിട്ട് വളർത്തിയോളാം. അതിനെ ഞാൻ നെഞ്ചത്തിട്ട് വളർത്തി ഒന്നും പറയണ്ട. നിങ്ങൾ വേണ്ടി പോരുത്. ഒന്ന് നിർത്തുവാ രണ്ടാളും. മനുഷ്യ ഇവിടെ വേദന എടുത്ത് ചാവാൻ പോണത്. അപ്പോഴാണ് രണ്ടും കൂടെ പഴമ്പുരാണ് നടത്തുന്നത്, ആംഗളയും പെങ്ങളും കൂടി. ഒന്ന് നിർത്ത. ഗ്യാസ് ആയിരുന്നു അച്ഛാ. മക്കളെ പോയി, വേദന മാറി. കണ്ട ഞാൻ കൊടുത്ത ഇഞ്ചിനീയറിന്റെ ഫലം. അതൊന്നും അല്ല പെങ്ങളെ. അതായത് ഞാൻ കൊടുത്ത ഒറ്റമൂലി, ഒടംകൊല്ലി ഒറ്റമൂലി
ആദ്യം ഇത് കൂട്ടുവശം എന്നിട്ട് അങ്ങ് കുറയ്ക്കും. അതാ ഇവിടെ സംഭവിച്ചത്. ഒടങ്കൊല്ലി ഇപ്പൊ മനുഷ്യനെ കൊന്നേനെ. നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയതേ ഞാനതൊന്നും മറക്കൊന്നും നീ വിചാരിക്കരുത്. ഒന്നും മറക്കൂല, ഞാനും മറക്കൂല. ചേട്ടൻ വെള്ളം വേണോ? കുറച്ച് വെള്ളം താ. ഞാൻ കൊടുത്തോളാം. എന്റെ ഭർത്താവിന് വെള്ളം കൊടുക്കാൻ എനിക്കറിയാം. അല്ലല്ല എന്റെ അളിയന് വെള്ളം കൊടുക്കാൻ എനിക്കറിയാം. അല്ല നീ അങ്ങനെ പറ്റില്ല. ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കും. എനിക്കിഷ്ടപ്പെട്ടു. മാമ ഇതാണോ അമ്മ നനഞ്ഞ കോഴി എന്നൊക്കെ പറയണേ? കൊളക്കോഴി.